ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. അമേരിക്കയിലെ എല്ലാ ഇൻഡെക്സുകളും വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ക്ലോസിംഗ് ആണ്. അതുപോലെ തന്നെ റെക്കോർഡ് ക്ലോസിംഗ് ആണ്. ജാപ്പനീസ് മാർക്കറ്റുകളും റെക്കോർഡ് ക്ലോസിംഗ് ആയിരുന്നു. അതേസമയം ഇന്ത്യൻ മാർക്കറ്റ് വീക്ക് ടു വീക്ക് ബെറ്റർ ആയിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച സ്ലൈറ്റ് സെല്ലിംഗ് പ്രഷർ നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്നു. അതേസമയം കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ സ്പോട്ട് ഗോൾഡ് വെള്ളിയാഴ്ച റെക്കോർഡ് ക്ലോസിംഗ് ആണ്. അതോടൊപ്പം തന്നെ സ്പോട്ട് സിൽവറും 14-year ഹൈ ക്ലോസിംഗ് ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് $3,690 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സിൽവർ ഇന്ന് മോർണിംഗിൽ വീണ്ടും പുതിയ 14-year ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $43.26 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കോപ്പർ അതുപോലെ തന്നെ മറ്റ് കമോഡിറ്റികളും ഇന്ന് മുന്നേറുകയാണ്. ഒപ്പം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈയിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കൊറിയൻ മാർക്കറ്റുകളും ബെറ്ററാണ്. അതേസമയം ചൈനീസ് ഹോങ്കോങ് മാർക്കറ്റുകളെ സ്ലൈറ്റ് വീക്ക്നെസ്സോടുകൂടിയാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ജപ്പാനിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. 0.5% ആണ് ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ്. അതോടൊപ്പം ഇന്ന് മോർണിംഗിൽ ചൈനീസ് സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ലോവർ ലെവലിൽ റെക്കോർഡ് ലോവർ ലെവലിൽ തന്നെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. 1 year റേറ്റ് 3%, അതുപോലെ തന്നെ 5 year റേറ്റ് 3.5% ഇപ്പോൾ ചൈനയിൽ. ആ ലെവല് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ചൈനീസ് ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ അമേരിക്കയിലത്തെ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആൽഫബറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3 trillion ക്രോസ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മെറ്റാ പ്ലാറ്റ്ഫോം, ടെസ്ല, ആപ്പിൾ ഈ സ്റ്റോക്കുകളൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ മുന്നേറിയിട്ടുള്ളത്. അമേരിക്കയിൽ US ഫെഡ് കഴിഞ്ഞ ആഴ്ചയിൽ 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു. 4.25% റേഞ്ചാണ് ഇപ്പോൾ അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ്. അത് കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളിയാഴ്ച ട്രേഡിങ്ങിന് ശേഷം, ഇന്ത്യയിലത്തെ ട്രേഡിങ്ങിന് ശേഷമാണ് US ഗവൺമെൻറ് H1B വിസ ഫീസ് $1 ലക്ഷം ആയിട്ട് ഉയർത്താനായിട്ട് തീരുമാനമെടുത്തത്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ IT ഇൻഡസ്ട്രീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം 71% H1B വിസകളും ലഭിക്കുന്നത് ഇന്ത്യൻ IT പ്രൊഫഷണൽസിനാണ്. അതിൻ്റെ ഒരു നീജർക്ക് റിയാക്ഷൻ ADRകൾ ഇൻഫോസിസ് അതുപോലെ തന്നെ വിപ്രോ ADRകളൊക്കെ കാണിച്ചിരുന്നു. പക്ഷേ അമേരിക്കയിൽ ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷം US ഗവൺമെൻറ് ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് H1B വിസകൾക്കും അതുപോലെ തന്നെ റിന്യൂവലിനും ഓൾറെഡി പാസ്സായിട്ടുള്ള H1B വിസകൾക്ക് ഇത് ബാധകമല്ല. മറിച്ച് ഫ്രഷായിട്ട് 2026 മാർച്ച് മുതൽ അപ്ലൈ ചെയ്യുന്ന വിസകൾക്ക് മാത്രമാണ് ഇത് ബാധകമുള്ളൂ എന്നുള്ള ഒരു കാര്യം US ഗവൺമെൻറ് ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിരുന്നു. തീർച്ചയായിട്ടും ഇത് സ്വല്പം ആശ്വാസം നൽകുന്ന ഒരു ക്ലാരിഫിക്കേഷൻ തന്നെയാണ്. എന്നിരുന്നാലും ലോങ് റണ്ണിൽ ഇന്ത്യൻ IT കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതുവരെ മെർച്ചൻഡൈസ് എക്സ്പോർട്ടിന്മേലാണ് അമേരിക്ക ഇമ്പോർട്ട് ഡ്യൂട്ടിയും അഡീഷണൽ ഡ്യൂട്ടിയൊക്കെ ചാർജ് ചെയ്തിരുന്നത്. ഇനി വിസ ഫീസ് ഇത്തരത്തിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും $283 ബില്യൺ സൈസുള്ള നമ്മുടെ IT സർവീസസ് അതുപോലെ തന്നെ സർവീസസ് ഇൻഡസ്ട്രീസിനെ ഇത് ബാധിച്ചേക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകളെല്ലാം തന്നെ നമുക്ക് ലോങ് റണ്ണിൽ തരണം ചെയ്യാൻ സാധിക്കും. കാരണം H1B വിസ ഫീ ഇൻക്രീസ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് അമേരിക്കയിലത്തെ മൾട്ടിനാഷണൽ കമ്പനികളെയാണ്. ആമസോൺ, മെറ്റാ പ്ലാറ്റ്ഫോം ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള IT പ്രൊഫഷണൽസിനെ ഹയർ ചെയ്തുകൊണ്ട് അമേരിക്കയിൽ H1B വിസയിലാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ US ഗവൺമെൻറ് കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷേ ലോങ് റണ്ണിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ US ഗവൺമെൻറ് കൺസിഡർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെ സംബന്ധിച്ചൊരു ഇനീഷ്യർക്ക് റിയാക്ഷനൊക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ലെസ് എക്സ്പോഷർ അമേരിക്കയിലേക്കുള്ള കമ്പനികളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും നൽകാൻ പോകുന്നില്ല. അതേസമയം ഹയസ്റ്റ് എക്സ്പോഷറുള്ള കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് തന്നെയാണ്.
ഇനി നമ്മളെ സംബന്ധിച്ച് ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും വീണ്ടും നല്ല രീതിയിൽ മുന്നേറും എന്നുള്ളൊരു കാര്യം തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഗോൾഡിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ ഫണ്ടുകളുടെ ബൈയിങ്ങും ETF-കളുടെ ബൈയിങ്ങും ഒക്കെ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് മുന്നേറാനുള്ള സാധ്യതകളാണ്. അതോടൊപ്പം തന്നെ സിൽവറിൻ്റെ കാര്യത്തിലും സിൽവർ വീണ്ടും പുതിയ 14-year ഹൈ ഹിറ്റ് ചെയ്ത് മുന്നേറാനുള്ള സാധ്യതകളാണ്. $49.95 പെർ ഔൺസ് ആണ് സിൽവറിൻ്റെ റെക്കോർഡ് ഹൈ. അടുത്ത മാസങ്ങളിൽ ഒരു പക്ഷേ സിൽവറിൻ്റെ റെക്കോർഡ് ഹൈ ബ്രേക്ക് ചെയ്ത് സിൽവർ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം കോപ്പർ, ഡാറ്റാ സെൻറ്റർ, അതുപോലെ തന്നെ എനർജി, റിന്യൂവബിൾ എനർജി രംഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കമ്മോഡിറ്റിയാണ്, മെറ്റലാണ് കോപ്പർ. അപ്പോൾ കോപ്പർ മുന്നേറിയേക്കാം. ഓവറോൾ നോക്കുകയാണെങ്കിൽ മെറ്റൽസിനെ സംബന്ധിച്ചും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ ആണുള്ളത്. ഇനി ഇന്ത്യ സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് മുതൽ റെഡ്യൂസ്ഡ് GST, റെഡ്യൂസ്ഡ് സ്ലാബൊക്കെ നിലവിൽ വരികയാണ്. ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് 100 ദിവസത്തെ GST റേറ്റ് റിഡക്ഷൻ ഉത്സവം ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും കൺസംഷൻ ഡ്രിവൻ സെക്ടേഴ്സിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഇതുകൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ള റിഫോം മെഷേഴ്സ് നോക്കുകയാണെങ്കിൽ ഷിപ്പ് ബിൽഡിങ്ങിന് വലിയ രീതിയിലുള്ള ഇൻസെൻറ്റീവുകളും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസാണ് വെള്ളിയാഴ്ച ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, അതുപോലെ തന്നെ സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മസഗൺ ഡോക്കിനും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് ഗവൺമെൻറ് വെള്ളിയാഴ്ച അനൗൺസ് ചെയ്തിട്ടുള്ളത് ഓയിൽ, ഗ്യാസ്, വാട്ടർ സപ്ലൈ, അയൺ ഓർ പൈപ്പ് ലൈൻസിനും കൂടി ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഒപ്റ്റിക്കൽ ഫൈബർ, വയർ, അതുപോലെ തന്നെ കേബിൾ നെറ്റ്വർക്കുകൾ, ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നെറ്റ്വർക്കുകൾക്കും ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ഡാറ്റാ സെൻറ്ററുകൾക്കും ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് പൊതുവെ ഈ സെക്ടർ രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ സെബി ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികൾക്ക്. തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളെ സംബന്ധിച്ച് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ഷൻസും അതുപോലെ തന്നെ റീറേറ്റിംഗും ഒക്കെ വളരെ പോസിറ്റീവാണ്. പല ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും റീറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹയർ ലെവലാണ് അഡാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾക്ക് അവരടുത്ത വർഷങ്ങളിൽ കാണുന്നത്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ് യാർഡ് തൂത്തുക്കുടിയിൽ 15,000 കോടി രൂപ വരെ കമേഴ്ഷ്യൽ ഷിപ്പ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മസഗൺ ഡോക്കും ഉണ്ട് 15,000 കോടി രൂപ കമേഴ്ഷ്യൽ ഷിപ്പ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. GRSC ധാരാളം ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം ജർമ്മനിയിൽ നിന്ന് 4 വെസൽസിനും അതുപോലെ തന്നെ അഡീഷണൽ 2 വെസൽസിനുള്ള ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് 4,250 കോടി രൂപ പ്രൊജക്റ്റ് ഗുജറാത്ത് മാരിടൈം ബോർഡായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഷിപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ അനൗൺസ്മെൻറ്റ് ശേഷം ധാരാളം ഓർഡേഴ്സും പ്രൊജക്റ്റുകളൊക്കെ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ SPCL, BPCL അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിലൊക്കെ ആയിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഷിപ്പുകൾ അക്വയർ ചെയ്യാനും അതുപോലെ തന്നെ സർവീസസിനും വേണ്ടിയാണ്. ഷിപ്പിംഗ് കോർപ്പറേഷനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഈ ആഴ്ചയിൽ SME IPOs 17 ഓപ്പൺ ആവുകയാണ്. അതുപോലെ തന്നെ 11 മെയിൻ ബോർഡ് IPOസും ഓപ്പൺ ആവുകയാണ്. ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദിസ് പോഡ്കാസ്റ്റ് ഞാൻ അത്തരത്തിലുള്ള IPOസിനെ കുറിച്ച് പറയാം. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നെറ്റ്വെബ് ടെക്നോളജീസ് നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന ഒരു ഓഹരി തന്നെയാണ്. മേക്ക് ഇൻ ഇന്ത്യ പ്രകാരം AI, GPU റിലേറ്റഡ് ആക്സിലറേറ്റഡ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. വീണ്ടും 450 കോടി രൂപ ഓർഡർ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ടോട്ടൽ ഓർഡർ ബുക്ക് 6,326 കോടി രൂപയാണ്. 11.33 കോടി രൂപ മാത്രമാണ് ഈ കമ്പനിയുടെ ഇക്വിറ്റി ക്യാപിറ്റലുള്ള 2 രൂപയാണ് ഫേസ് വാല്യൂ. പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് 71.03% ആണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3,200, 3,300 റേഞ്ചിലൊക്കെയാണ്. ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട് ലോങ് റണ്ണിൽ. കാരണം ഗ്ലോബലി AI റിലേറ്റഡ് അതുപോലെ തന്നെ GPA റിലേറ്റഡ് കമ്പനികളൊക്കെ തന്നെയാണ് വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നെറ്റ് വെബിനുള്ള പ്രത്യേകത മേക്ക് ഇൻ ഇന്ത്യ ആണിത്. തീർച്ചയായിട്ടും നെറ്റ് വെബിന് ധാരാളം ഓർഡേഴ്സ് വീണ്ടും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഹിന്ദുസ്ഥാൻ കോപ്പർ വലിയ രീതിയിലുള്ള MOUs ആണ് സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് ന്യൂസാണ്. ഹിന്ദുസ്ഥാൻ
ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടർ രംഗത്തുള്ള സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾറെഡി മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുണ്ട്. RIR പവർ ഇലക്ട്രോണിക്സ് ഉണ്ട്, മോസ്ചിഫ് ടെക്നോളജീസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെൽ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ ലോങ് റണ്ണിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ സെലക്റ്റീവായിട്ട് ലോങ് റണ്ണിലേക്ക് മാർക്കറ്റ് താഴെ വരുമ്പോൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ്. ഒപ്പം ഡിഫൻസ് രംഗത്തുള്ള DCS സിസ്റ്റംസ് ലിമിറ്റഡ് കഴിഞ്ഞ വർഷത്തെ ഓർഡർ ബാഗിൽ നോക്കുകയാണെങ്കിൽ 3.5 ഇരട്ടിയാണ് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കമ്പനി നേടിയിട്ടുള്ള ഓർഡേഴ്സ്. അമേരിക്കയിലത്തെ ലോക്ഹീഡ് മാർട്ടിൻ, അതുപോലെ തന്നെ എൽട്ട സിസ്റ്റംസ്, ഇസ്രയേലൊക്കെ ഉണ്ട് ഇവരുടെ ക്ലയൻറ്റുകളായിട്ട്. വലിയ രീതിയിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് DCS സിസ്റ്റംസ് ലിമിറ്റഡ്. 2 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. ലോങ് റണ്ണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. നസാര ടെക്നോളജീസ് സെപ്റ്റംബർ 26 സ്റ്റോക്ക് സ്പ്ലിറ്റ് റെക്കോർഡ് ഡേറ്റ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പം 4 രൂപയാണ് ഫേസ് വാല്യൂ, 2 രൂപയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അതിനുശേഷം ബോണസ് ഇഷ്യൂം അനൗൺസ് ചെയ്തിരുന്നു. അതിൻ്റെ റെക്കോർഡ് ഡേറ്റും പിന്നീട് വന്നേക്കാം. വലിയ രീതിയിൽ ബൈ നടക്കുന്ന ന്യൂ ജനറേഷൻ സ്റ്റോക്കുകൾ എറ്റേണൽ, അതുപോലെ തന്നെ സ്വിഗ്ഗിയൊക്കെയാണ്. ഈ സ്റ്റോക്കുകൾ വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ഏഷ്യർ മോട്ടോഴ്സ്, അതുപോലെ തന്നെ M&M, TVS മോട്ടോഴ്സൊക്കെയാണ്. സേഗാൽ ഇൻഡസ്ട്രീസ് 1700 കോടി രൂപ വരെ ഓർഡർ ബാഗിൽ തിരിക്കുകയാണ്. സോളാർ ഫോട്ടോ വോൾട്ടൈക് പ്രൊജക്റ്റാണ് വിത്ത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. തീർച്ചയായിട്ടും സേഗാൾ കഴിഞ്ഞ ദിവസങ്ങളിലും ധാരാളം ഓർഡേഴ്സ് ബാഗ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ക്രോംപ്ടൺ ഗ്രീവ്സ് സോളാർ പമ്പ്സിനുള്ള ഓർഡർ ബാഗ് ചെയ്തിരിക്കുകയാണ് മധ്യപ്രദേശിൽ നിന്ന്. NBCC ഹഡ്കോ ആയിട്ടൊരു MOU സൈൻ ചെയ്തിട്ട് 117 കോടി രൂപയുടെ കമേഴ്ഷ്യൽ പ്ലോട്ട് ഡെവലപ്മെൻറ്റ് വേണ്ടിയാണ്. റെയിൽ ടെല്ല് 18.06 ക്രോർ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് ഡ്രഡ്ജിങ് കോർപ്പറേഷനിൽ നിന്നാണ്. ശക്തി പമ്പ്സ് 25,578 ഓഫ് ഗ്രിഡ് പമ്പ് സിസ്റ്റം, സോളാർ പമ്പ് സിസ്റ്റമാണ്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ B സ്കീമിൽ നിന്നാണ്. 702.69 കോടി രൂപയാണ് ഇതിൻ്റെ ഓർഡർ സൈസ് വരുന്നത്. ശക്തി പമ്പ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ പവർ ഗ്രിഡ് മധ്യപ്രദേശിൽ ഇൻട്രസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ സിസ്റ്റം ഉണ്ടാക്കാനുള്ളൊരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഓയിൽ ഇന്ത്യ ജോയിൻറ്റ് വെഞ്ചർ ഫോം ചെയ്തിട്ടുണ്ട്. രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള റിന്യൂവബിൾ എനർജി സെഗ്മെൻ്റ് ആയിട്ടാണ്. 1.2 ഗിഗാവാട്ട് റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റിന് വേണ്ടിയാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന റീറ്റ്സ് ആണ് നോളജ് റിയാലിറ്റി ട്രസ്റ്റ് KRT. എല്ലാ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം റീസെൻ്റായിട്ട് സെബിയുടെ അനൗൺസ്മെൻറ്റ് റീറ്റ്സിനെ ഇക്വിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ള അനൗൺസ്മെൻറ്റും പോസിറ്റീവാണ്. ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിലും നോളജ് റിയാലിറ്റി ട്രസ്റ്റ് വളരെ സേഫായിട്ടുള്ള, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു റീറ്റാണ്. തീർച്ചയായിട്ടും ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു കമ്പനിയും കൂടിയാണിത്. PNC ഇൻഫ്ര 495.5 കോടി രൂപയുടെ പ്രോജക്റ്റ് ബാഗ് ചെയ്തിട്ടുണ്ട്. ബീഹാർ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്നാണ് ഈ പ്രൊജക്റ്റ് ബാഗ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ആഴ്ചയിൽ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന IPOs നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നാളെയൊക്കെ ഓപ്പൺ ചെയ്യുന്ന IPOs നോക്കുകയാണെങ്കിൽ, ഞാൻ ഇൻവെസ്റ്റേഴ്സിനെ സജസ്റ്റ് ചെയ്യുന്ന മെയിൻ ബോർഡ് IPOയിൽ ഒന്ന് അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഓട്ടോ പവർ, അതുപോലെ തന്നെ ഡ്യൂട്ടി ഇൻവെർട്ടർ ഡ്യൂട്ടി ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു മെയിൻ ബോർഡ് IPO ആണ്. 754 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്, 2 രൂപയാണ് ഫേസ് വാല്യൂ. ഇന്ന് ആരംഭിച്ച് 24-നാണ് അവസാനിക്കുന്നത്. അപ്പോൾ മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അപ്ലൈ ആവുന്ന ഒരു IPO ആണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ നാളെ ആരംഭിക്കുന്ന ഒരു മെയിൻ ബോർഡ് IPO ആണ് സോളാർ വേൾഡ് എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ്. സോളാർ രംഗത്തുള്ളൊരു കമ്പനിയാണ്. നാളെ ആരംഭിച്ച് 25-നാണ് അവസാനിക്കുന്നത്. 359
രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഫണ്ടമെന്റൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു കമ്പനിയാണ്, ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് സോളാർ വേൾഡ് എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ 23-ന് നാളെ ആരംഭിക്കുന്ന മറ്റൊരു IPO ഉണ്ട് മെയിൻ ബോർഡിൽ നിന്ന്, ശേഷസായി ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. നല്ലൊരു IPO ആണ്. അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. 10 രൂപയാണ് ഫേസ് വാല്യൂ, 423 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഈ കമ്പനിയുടെ പ്രത്യേകത മൾട്ടി ലൊക്കേഷൻ സൊല്യൂഷൻ പ്രൊവൈഡർ ആണ്. ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും മറ്റ് ഫിനാൻസ് കമ്പനികൾക്കും എല്ലാം തന്നെ ക്രെഡിറ്റ് കാർഡ് പ്രിന്റിംഗ് ഉണ്ട്, ഡെബിറ്റ് കാർഡ്, പ്രീപെയ്ഡ് കാർഡ് പ്രിന്റിംഗ്, ചെക്ക് പ്രിന്റിംഗ്, ധാരാളം അഫിലിയേറ്റഡ് സർവീസസ് ഉള്ള ഒരു കമ്പനിയാണ്. നല്ല രീതിയിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ് ശേഷസായി ടെക്നോളജീസ് ലിമിറ്റഡ്. ഇനി SME സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ 17 SME IPOs ഉണ്ട്. ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവ് മാത്രമാണ്. SMEയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്, റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു IPO ട്രൂ കളർ ലിമിറ്റഡ് ആണ്. ഈ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു കമ്പനിയാണ് ലിസ്റ്റിങ്ങിന് വരുന്നത്. ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇമ്പോർട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിന്റേഴ്സിന് ആവശ്യമായിട്ടുള്ള പല ഘടകങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക, സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഓവറോൾ പെർഫോമൻസും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സും നോക്കുകയാണെങ്കിൽ നല്ലൊരു കമ്പനിയാണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ, 191 അപ്പർ പ്രൈസ് ബാൻഡ്, 600 മാർക്കറ്റിലോട്ട് വരുന്നത്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം. നാളെ ഓപ്പൺ ചെയ്ത് മറ്റന്നാളാണ് ഈ IPO 25-നാണ് ഈ IPO ക്ലോസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സജസ്റ്റ് ചെയ്തിരുന്ന എക്സിസ്റ്റിംഗ് IPOs ഉണ്ട്, ഇപ്പോൾ ഓൺഗോയിങ് ആണ്. ഇന്ന് അവസാനിക്കുന്നത്, നാളെ അവസാനിക്കുന്ന IPOs ഒക്കെ ഉണ്ട്. GK എനർജി ലിമിറ്റഡ് 2 രൂപയാണ് ഫേസ് വാല്യൂ, 153 അതിൻ്റെ അപ്പർ പ്രൈസ് ബാൻഡ്. ഇതൊരു മെയിൻ ബോർഡ് IPO ആണ്. അതോടൊപ്പം തന്നെ ഐവാല്യൂ ഇൻഫോ സൊല്യൂഷൻസ് ലിമിറ്റഡ്, ഈ IPOയും അപ്ലൈ ആവുന്ന ഒരു IPO ആണ്. മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഇതൊക്കെയാണ് IPO രംഗത്തുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി ഓവറോൾ ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ H1B വിസയുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ നമ്മുടെ IT സ്റ്റോക്കുകൾ കാണിച്ചേക്കാം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിഫ്റ്റിയിലും സെൻസെക്സിലൊക്കെ കണ്ടേക്കാം. പക്ഷേ ഓവറോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവ് ആണ്. ഓഫ് കോഴ്സ് ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് അത്ര പോസിറ്റീവ് ഒന്നുമല്ല ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ചും. അതിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഗ്ലോബൽ മാർക്കറ്റുകളിൽ വന്നേക്കാം. അതിൻ്റെ ചെറിയ ഇമ്പാക്റ്റ് ഒക്കെ നമ്മളെ സംബന്ധിച്ചും കണ്ടേക്കാം. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്പ് മൂവ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ഒക്കെ ഞാൻ ഈ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.